അടുത്തിടെയായി മൈഗ്രെയിൻ ചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് അറിയാമോ? എപ്പോഴും തലവേദന വരുമ്പോൾ സാധാരണ പെയിൻ കില്ലറുകൾ മാത്രം കഴിച്ച് വേദന മാറ്റാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച വഴികൾ നിങ്ങൾ അറിയാതെ പോവുകയാണ്. ഇന്ന് ഓരോ വ്യക്തിയുടെയും സാഹചര്യം അനുസരിച്ചാണ് മൈഗ്രെയിൻ ചികിത്സ പ്ലാൻ ചെയ്യുന്നത്. ഇടയ്ക്കിടെ മൈഗ്രെയിൻ വരുന്നവരിൽ വേദന വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതെ നോക്കുന്നതിലാണ് ഞങ്ങളിപ്പോൾ മുൻഗണന നൽകുന്നത്. അതായത് പ്രിവെൻഷൻ. ജീവിതശൈലിയിലെ മാറ്റങ്ങൾക്കും പതിവ് പ്രതിരോധ മരുന്നുകൾക്കും പുറമെ CGRP ടാർഗറ്റഡ് തെറാപ്പി പോലുള്ള പുതിയ ചികിത്സാ രീതികളും ഇന്ന് ലഭ്യമാണ്. CGRP അഥവാ കാൽസിറ്റോണിൻ ജീൻ റിലേറ്റഡ് പെപ്റ്റൈഡ്. ഇത് നമ്മുടെ തലച്ചോറിലെ നാഡീവ്യൂഹം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം കെമിക്കലാണ്. ഒരു വ്യക്തിക്ക് മൈഗ്രെയിൻ വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ട്രൈജമൈനൽ നാഡികൾ വൻതോതിൽ CGRP പോലുള്ള കെമിക്കൽ പുറന്തള്ളുന്നു. ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പുതിയ ചികിത്സാ രീതി. നമ്മുടെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കിതിന്റെ റൂട്ട് കോസ് കണ്ടെത്താനായാൽ നമുക്കിത് പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കും. മൈഗ്രെയിൻ മാത്രം ലക്ഷ്യമിട്ട് നിർമ്മിച്ചിട്ടുള്ള ഇത്തരം തെറാപ്പികൾ കൃത്യമായ മെഡിക്കൽ നിർദ്ദേശപ്രകാരം കഴിച്ചാൽ തലവേദന വരുന്ന ദിവസങ്ങളുടെ എണ്ണം വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കും. അതിന്റെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും കുറയും. അതുപോലെ പഴയ തരം മരുന്നുകൾ പാർശ്വഫലം കാരണം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് തലവേദനയുടെ തുടക്കത്തിൽ തന്നെ കഴിക്കാൻ പറ്റിയ പുതിയ ഓപ്ഷനുകളും ഇന്നുണ്ട്. ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ ഏതാണെന്ന് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും തലവേദന എത്രത്തോളം അടിക്കടി വരുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. മൈഗ്രെയിൻ കാരണം നിങ്ങളുടെ ജോലിയോ കുടുംബജീവിതമോ ബുദ്ധിമുട്ടിലാകുന്നുണ്ടെങ്കിൽ വെറുതെ പെയിൻ കില്ലറുകൾ കഴിച്ച് സമയം കളയരുത്. ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടൂ. ഇന്നത്തെ പുതിയ ചികിത്സാ രീതികൾ മൈഗ്രെയിനെ ഒരു പരിധി വരെ പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കും. കൃത്യവും ശാസ്ത്രീയവുമായ ഇത്തരം ആരോഗ്യ വിവരങ്ങൾക്ക് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.